ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഗ്രേവി നോക്കിയാലോ. ആദ്യം നമുക്ക് ആവശ്യമുള്ളത്ര മുട്ട നല്ലോണം ബോയിൽ ചെയ്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടി ആവശ്യമുള്ളൂ. അത് നല്ലോണം ഓയിലിൽ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ നല്ലോണം സോട്ട് ആയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് മസാലാസ് ആഡ് ചെയ്യും. നമ്മൾ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി വീട്ടിലുണ്ടാവുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ആഡ് ചെയ്ത് ഒന്നിത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാലാസ് എല്ലാം കൂടി നല്ലോണം മിക്സായി വഴണ്ട് വന്നതിന് ശേഷം ഇത് കുറച്ച് സമയം തണുക്കാൻ വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ മിക്സിലേക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും ഇട്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം കുക്ക് ചെയ്യുക. ഈ ഫ്ലേവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടായ എഗ്ഗിൽ വരും. ആൻഡ് ഫൈനലി കുറച്ച് മലയാളിയും കൂടി ഇട്ടതിന് നമ്മൾ പരിപാടി കഴിഞ്ഞ് ചപ്പാത്തിനോടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ എന്നെ പോലത്തെ ബാച്ചിലേഴ്സിനൊക്കെ ഇത് എന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.